ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ദം ബിരിയാണിയാണ്. ജീരകശാല അരി വെച്ചാണ് ഈ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി 1 കിലോ ചിക്കനാണ് ഞങ്ങൾ എടുത്തത്. അത് നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കുക. എന്നിട്ട് അത് മിക്സ് ചെയ്യുക. പിന്നെ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിനുള്ള ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ, എൻ്റെ അച്ഛനാണ്. അച്ഛൻ ഒരു 30 ഇയേഴ്സോളം നവോദയ സ്കൂളിൽ കുക്കായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആൾ റിട്ടയർഡായി. ഫസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു 60% ഫ്രൈ ആയാൽ മതി. ഒരു 60% വേവാകുമ്പോൾ നമുക്കത് വേറൊരു പാനിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഗ്രേവി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ തന്നെയാണ് കേട്ടോ ഇതിലേക്കും യൂസ് ചെയ്യുന്നത്. 2 പട്ട, 2 ഗ്രാമ്പു, 5 ഏലക്കായ് എന്നിവയും കൂടി ഇതിലേക്ക് ചേർക്കാം. പിന്നെ ഒരു 8 വലിയ സവാള ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തതും കൂടി ചേർക്കാം. എന്നിട്ടത് നല്ലപോലെ വതങ്ങുന്നത് വരെ ഇളക്കണം. പിന്നെ ഒരു 4 പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. സവാളയൊക്കെ നല്ലോണം വതങ്ങി വരുമ്പം നമുക്ക് ബാക്കി മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ഓൾറെഡി നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ ഇട്ടത് കൊണ്ട് ഇതിൽ കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 4 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ വതങ്ങി വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട, ഇത് മൂടി വെച്ച് നല്ലപോലെ വേവിച്ചെടുത്താൽ മതി. ഗ്രേവി റെഡി ആയിട്ട് വരുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ടിട്ട് ഇളക്കുക. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് നെക്സ്റ്റ് ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ 100 ഗ്രാം ഓയിലും 100 ഗ്രാം ഗീയും കൂടി ചേർക്കുക. അതിലേക്ക് 4 പട്ട, 5 ഗ്രാമ്പു, 5 ഏലക്കായ്, 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 5 ഇല്ലി വെളുത്തുള്ളി എന്നിവയും കൂടി ചേർത്തിട്ട് ഇളക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് വെള്ളം ചേർക്കണം. 1 കപ്പ് അരിയാണ് എടുക്കുന്നതെങ്കിൽ 2 കപ്പ് വെള്ളമാണ് നമുക്ക് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ എടുത്തത് ഈ പാത്രത്തിൽ ഒരു 1/2 കപ്പ് അരിയാണ്. സോ 1 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ അതിലേക്ക് ആവശ്യമായ ഉപ്പും ഒരു നുള്ള് പഞ്ചസാരയും കൂടി ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും. വെള്ളം നല്ലപോലെ തിളയ്ക്കുമ്പോൾ നമ്മൾ കഴുകി വെച്ച അരിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത് മൂടി വെച്ച് തന്നെ വേവിക്കണം. പക്ഷെ ഇത് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് തുറന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്യണം. റൈസ് ഇതുപോലെ ആകുമ്പം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെക്കാം. ഇനി നമുക്ക് ദം ഇടാൻ വേണ്ടിയിട്ട് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ ഉള്ളി ഫ്രൈ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരാം. അത് കഴിഞ്ഞിട്ട് ബിരിയാണിക്ക് ആവശ്യമുള്ള കാഷ്യൂനട്ടും മുന്തിരിയും എല്ലാം നെയ്യിൽ വറുത്തെടുക്കാം. അച്ഛൻ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട് ദം ഇടാൻ വേണ്ടിയിട്ട്. ഇത് റൈസ്, പിന്നെ ചിക്കൻ ഗ്രേവി, സവാള ഫ്രൈ ചെയ്തത്, മല്ലിയില, പുതിനയില, കാഷ്യൂനട്ട്, മുന്തിരി ഇതൊക്കെ സെറ്റായി വെച്ചിട്ടുണ്ട്. ദം ഇടാൻ വേണ്ടി ഒരു പാൻ എടുത്ത് അതിലേക്ക് ഫസ്റ്റ് ലെയറായി നമ്മുടെ റൈസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേലെയായിട്ട് കുറച്ച് ഗ്രേവി, പിന്നെ നെക്സ്റ്റ് ലെയർ വന്നിട്ട് റൈസ്, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക.
റൈസും ചിക്കനും ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ മേലത്തെ ഭാഗം ഒന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി, കാഷ്യൂനട്ട്, മല്ലിയില, പുതിനയില അതൊക്കെ ഒന്ന് മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ബിരിയാണി മാറ്റി വയ്ക്കാം. പിന്നെ ബിരിയാണീൻ്റെ കൂടെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ബീട്രൂട്ട് അച്ചാറും കൂടി ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇച്ചൂസിനാണ് ഞങ്ങൾ ഫസ്റ്റ് കൊടുത്തത്. അതുകൊണ്ട് അവളുടെ റെസ്പോണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവൾക്ക് നല്ലപോലെ അത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.